പൃഥ്വിരാജിനെക്കുറിച്ചാണ്. പൃഥ്വിരാജിനെക്കുറിച്ച് അമ്മ മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് പൃഥ്വിരാജിൻ്റെ വിലായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയമാണ്. ആ സിനിമയ്ക്കെതിരെയുള്ള വലിയ ക്യാമ്പയിൻ നടക്കുന്നു. ഒപ്പം പൃഥ്വിരാജിനെതിരെ വലിയ രീതിയിലുള്ള തെറി അഭിഷേകവും വരുന്നു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രശ്നം. അതായത് വിലായത് ബുദ്ധയെക്കുറിച്ചുള്ള ചർച്ചയിൽ സംസാരിക്കുന്നത് ആ സിനിമയെക്കുറിച്ചല്ല, എമ്പുരാനെക്കുറിച്ചാണ് എന്നാണ് അവർ പറഞ്ഞത്. അതായത് എമ്പുരാനെ തുടർന്ന് പൃഥ്വിരാജിനെതിരായ ആളുകൾ ഇപ്പോഴും അത് തുടരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ പറയുന്നുണ്ട്, അമ്മയിൽ നിന്ന്, അവരുടെ സംഘടനയിൽ നിന്ന് ഒരു പിന്തുണയും ഈ നടന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അമ്മയിലെ ഓരോ അംഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കാൻ അമ്മയുടെ ഭാരവാഹികൾ തയ്യാറാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പൃഥ്വിരാജിനെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടന പുതിയ നേതൃത്വം വന്നൊരു സമയം കൂടിയാണ്. വന്നിട്ട് കുറച്ചായി. ശ്വേതാ മേനോനാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. ഭാരവാഹികളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. അങ്ങനെ പുതിയൊരു മുഖം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു അമ്മ പിന്നീട് ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരിച്ചതായി നമ്മൾ കാണുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു വിഷയം വരുന്നു. ഒരു നടനോ ഒരു നടിയോ ആരും പിന്തുണയുമായി വരുന്നുമില്ല. മല്ലിക സുകുമാരൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അമ്മ പ്രതികരിക്കാത്ത എന്താണെന്ന് വെച്ചാൽ, അമ്മ എന്ന സംഘടനയെ പറ്റി നമുക്കറിയാം, അതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം. അവർ പ്രതികരിക്കുന്ന ഏത് വിഷയത്തിലാണ്, എങ്ങനെയാണ് അവർ പ്രതികരിക്കുക എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അമ്മ പോട്ടെ, മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തുകൊണ്ട് പൃഥ്വിരാജിന് പിന്തുണയില്ല എന്നുള്ളതാണ് ചോദ്യം. ഇൻഡസ്ട്രിയിൽ പിന്തുണയില്ല. അതിൻ്റെ ഒരു കാരണം, പൃഥ്വിരാജിൻ്റെ വ്യക്തിപരമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ വ്യക്തിപരമായ രാഷ്ട്രീയം പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്. അതിനെ അലോസരപ്പെടുത്താൻ പറഞ്ഞ കാരണം, മലയാള സിനിമ ഇപ്പോൾ ബോളിവുഡിന് ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളെക്കുറിച്ച് നമ്മളിവിടെ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഈ മാറ്റം വരുന്നത് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു കൊയിനേജ് സംഘപരിവാർ ഉന്നയിക്കുന്നതോടെയാണ്. മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ആരാണ്? വളരെ വോക്കായിട്ടുള്ള പൊളിറ്റിക്കൽ സിനിമകൾ എടുക്കുന്ന കുറേ ആളുകൾ, ആ പൊളിറ്റിക്സ് കൊണ്ടുവരാൻ നടക്കുന്ന ആളുകൾ, സംഘപരിവാറിനെ എതിർക്കുന്ന സിനിമാക്കാർ, ഫെമിനിസ്റ്റുകൾ തുടങ്ങിയവരെ ഒറ്റ വാക്കിൽ, ഒറ്റ ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മട്ടാഞ്ചേരി മാഫിയ. ഈ പറയുന്ന ആളുകളൊന്നും മട്ടാഞ്ചേരിക്കാരല്ല. ഇതിൻ്റെ നേതാവായി അറിയപ്പെടുന്ന ആഷിഖ് കപൂർ പോലും മട്ടാഞ്ചേരിക്കാരനല്ല. പക്ഷേ മട്ടാഞ്ചേരി മാഫിയ എന്നാണ് അതിനെ വിളിക്കപ്പെടുന്നത്. പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്നത് മട്ടാഞ്ചേരി മാഫിയപ്പെട്ട ആളല്ല. ഒരു തരത്തിലും മട്ടാഞ്ചേരി മാഫിയയിൽ ഉൾക്കൊള്ളിക്കാൻ ഇവർക്ക് കഴിയില്ല. ഒന്ന്, അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ ലാൻഡ്സ്കേപ്പ് വേറെയാണ്. ഈ പറഞ്ഞ ആളുകളുടെ സോഷ്യൽ ലാൻഡ്സ്കേപ്പ് അല്ല അദ്ദേഹത്തിനുള്ളത്. പക്ഷേ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയ ഉന്നയിക്കുന്ന ഏറെക്കുറെ പല കാര്യങ്ങളോട് ഒത്തു നിൽക്കുന്ന ഒന്നാണ്. അദ്ദേഹം ശക്തമായ സ്ത്രീപക്ഷ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ള ഒരാളാണ്. അതിശക്തമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ചും ലക്ഷദ്വീപ് വിവാദം ഉണ്ടായ സമയത്ത് അത് ലക്ഷദ്വീപിനോടൊപ്പം നിന്ന ആളാണ്, പരസ്യമായി തന്നെ. എമ്പുരാൻ സിനിമ ഇറക്കിയതോടെ അത് പൂർണ്ണമായി. പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല. പൃഥ്വിരാജ് ഇനി മട്ടാഞ്ചേരി മാഫിയയിൽപ്പെട്ട ആളാണ് എന്ന് പറയാനും പറ്റില്ല. കാരണം അദ്ദേഹം അങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സർക്കിളിലോ ഏതെങ്കിലും പ്രത്യേക ടീമിലോ നിൽക്കുന്നില്ല. അദ്ദേഹം മോഹൻലാലിനെ വെച്ചിട്ട് എമ്പുരാൻ എടുക്കുന്നു, മോഹൻലാലിൻ്റെ ലൂസിഫർ ഇറക്കുന്നു. അപ്പോൾ ആ മോഹൻലാലിനെ, ഏത് മോഹൻലാലിനെ, ഞങ്ങളുടെ ആളാണ്, ലാലേട്ടൻ ഞങ്ങളുടെ ആളാണ് എന്ന് കരുതിക്കൊണ്ടിരുന്ന ആളുകളിൽ നിന്ന് ആ മോഹൻലാലിനെ വെച്ച് തന്നെ അദ്ദേഹം എമ്പുരാൻ പോലൊരു സിനിമയിലൂടെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇത് ഒരിക്കലും സംഘപരിവാറിന് ക്ഷമിക്കാൻ കഴിയുന്ന തെറ്റല്ല. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മട്ടാഞ്ചേരി മാഫിയ അതിശക്തമായി എമ്പുരാനേക്കാൾ വലിയൊരു ആൻറ്റി ഫാഷിസ്റ്റ് സിനിമ ഇറക്കിയെന്നിരിക്കട്ടെ, സംഘപരിവാർ ക്ഷമിക്കും. പക്ഷേ അത് പൃഥ്വിരാജും മോഹൻലാലും ഒരു കോംബോയിൽ കേന്ദ്ര സർക്കാരിനെ, BJPയെ, RSSനെയൊക്കെ വിമർശിക്കുന്ന കണ്ടൻറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും സംഘപരിവാറിന് സഹിക്കാൻ കഴിയില്ല. അത് അത്തരം ഉദാഹരണം വേറെയുമുണ്ട്. ഇപ്പോൾ മീഡിയ വൺ സംഘപരിവാറിനെ, കേന്ദ്ര സർക്കാരിനെ, BJPയെ നിരന്തരം വിമർശിക്കുന്നിരിക്കട്ടെ. ആ വിമർശനം അവരെ അസ്വസ്ഥരാക്കുന്നതോടൊപ്പം തന്നെ അവരെ സന്തോഷിപ്പിക്കുന്നുമുണ്ട്. കാരണം മീഡിയ വൺ വിമർശിക്കുന്നു, അതുകൊണ്ട് നമ്മൾ നല്ലതാണ് എന്നൊരു നരേറ്റീവ് അവർ സൃഷ്ടിക്കും. മട്ടാഞ്ചേരി മാഫിയ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന സിനിമകൾ ഇറക്കിയെന്നിരിക്കട്ടെ, മോദിജിയെ വിമർശിക്കുന്ന, കേന്ദ്ര സർക്കാരിനെ, BJP RSSനെ വിമർശിക്കുന്ന സിനിമ ഇറക്കിയത് അവന്മാരാണ്. ആഷിഖ് കബു ആണ് സിനിമ എടുത്തത്. ജോസഫ് വിജയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയും അതിന് സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും. അവരുടെ പ്രചാരണത്തിൽ അതിന് സ്വീകാര്യത ലഭിക്കും. നോക്ക്, ആരാ നമ്മളെ വിമർശിക്കും? മോദിജി എപ്പോഴും കുറ്റം പറയുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് മീഡിയ വൺ, അങ്ങനെ പറഞ്ഞാൽ മതി, അതിൽ ഇൻക്ലൂഡഡ് ആണല്ല. പക്ഷേ എമ്പുരാൻ എടുത്ത് ആരാന്ന് നോക്ക്, പൃഥ്വിരാജ് എന്ന് പറയാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. സമാജം വാരിയംകുന്നൻ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോഴും ഇതേ പ്രശ്നമുണ്ട്.
ആ സിനിമയ്ക്ക് കമ്മിറ്റ് ചെയ്യുമ്പോഴും ഇതേ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിലെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചാപ്പയടിക്കാൻ പറ്റാത്തൊരു ഫിഗറായി പോയി പൃഥ്വിരാജ്, അവർക്ക് ചാപ്പയടിക്കാൻ അസാധ്യനായ ഒരു മനുഷ്യനായിപ്പോയി മോഹൻലാൽ. ഇതൊക്കെയാണ് അവരുടെ ബേണിംഗ് സെൻസേഷൻ്റെ കാരണം. ഈ ഒരു പ്രശ്നം മറികടന്ന് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ഇനി വരുന്ന എല്ലാ സിനിമകളെയും ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ മല്ലിക സുകുമാരൻ ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, വിലായത്ത് ബുദ്ധയെക്കുറിച്ച് ഒരു റൈറ്റ് വിങ് യൂട്യൂബ് ചാനൽ സംസാരിക്കുന്നത് എമ്പുരാനെ കുറിച്ചാണ്. വിലായത്ത് ബുദ്ധയെക്കുറിച്ച് പറയല്ല, പകരം എമ്പുരാനെ കുറിച്ച് പറയാണ്. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണ്? പൃഥ്വിരാജ് മിണ്ടാൻ പാടില്ല. അത് ആഷിഖ് കപൂർ വിമർശിച്ചോട്ടെ, ആഷിഖ് കപൂർ വേണമെങ്കിൽ മോദിക്കെതിരെ സിനിമ എടുത്തിട്ട് ഇവർക്ക് പ്രശ്നമല്ല. മീഡിയ വൺ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചോട്ടെ, അത് പ്രശ്നമല്ല. കാരണം എന്താണ്? അത് ചാപ്പയടിക്കപ്പെട്ട വ്യക്തികളോ ചാനലൊക്കെയാണ്, അവർ ചാപ്പയടിക്കപ്പെട്ടതാണ്. അപ്പോൾ ചാപ്പയടിക്കുന്നവരെന്തും പറഞ്ഞോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഞങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമാണ്. ഇതേ നറേഷൻ മീഡിയ വണ്ണിനെതിരെ മറ്റു ഉന്നയിക്കുന്നുണ്ട്. മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്ന് സംസാരിക്കുന്നത് മുഴുവൻ, അതായത് നമ്മൾ സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നത് പോലും എന്താണ്? അവരെ വളർത്താനാണ് എന്ന് ആക്ഷേപിക്കുന്ന വേറൊരു വിഭാഗം കേരളത്തിലുണ്ട്. ഇങ്ങനെയാണ് നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ പൃഥ്വിരാജിനെ ചാപ്പയടിക്കാൻ പറ്റുന്നില്ല, അവർക്കൊരു കള്ളിയിലൊതുക്കാൻ പറ്റുന്നില്ല. കള്ളിയിലൊതുക്കാത്ത ഒരു പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. ആ തലവേദന ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ, ഒരു പ്രൊപ്പഗൻഡ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കെതിരെ നടത്തുന്നത്. ഇത് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ട്. ബോളിവുഡിൽ ഇത് സമാനമായ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ബോളിവുഡിനെ സംബന്ധിച്ച് സംഘപരിവാറിൻ്റെ പ്രശ്നം എന്തായിരുന്നു? ബോളിവുഡിൽ ഒരു ഖാൻ ത്രയങ്ങൾ ബോളിവുഡ് അടക്കി ഭരിക്കുന്നു എന്നുള്ള അവരെ സംബന്ധിച്ചൊരു പ്രശ്നമാണ്. മറ്റൊന്ന്, ബോളിവുഡിൻ്റെ ഒരു സെക്യുലർ ഫാബ്രിക് അവർക്ക് പ്രശ്നമാണ്. അതിനെ മുഴുവൻ മാറ്റിമറിക്കാൻ അവർക്ക് കഴിയില്ല. പകരം എന്ത് ചെയ്തു? ബോളിവുഡിനെ നശിപ്പിച്ചു. കുറേ പ്രൊപ്പഗൻഡ സിനിമകൾ ഫ്ലഡ് ചെയ്തിട്ട് ബോളിവുഡ് ഇല്ലാതായി. പകരം അവരുടെ തീമുകൾ വരുന്ന സിനിമകൾ, തെലുങ്ക് സിനിമകളെ പൊക്കിയടിക്കുക. RRR ഭയങ്കര സിനിമയാണ്, അല്ലെങ്കിൽ ബാഹുബലിയാണ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച സിനിമ എന്നൊക്കെ പറഞ്ഞ് ആ അർത്ഥത്തിലുള്ള പ്രൊപ്പഗൻഡയിലുള്ള മറ്റ് ഇൻഡസ്ട്രികളെ പൊക്കിയടിക്കുക എന്നുള്ള രീതിയാണുള്ളത്. കേരളത്തിൽ ഇതൊന്നും സാധിച്ചിട്ടില്ല. ഒന്നും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായി ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ റൈറ്റ് വിങ് ഹാൻഡിലുകൾ സെലിബ്രേറ്റ് ചെയ്തിരുന്ന ലാലിനെ വെച്ച് പൃഥ്വിരാജ് എമ്പുരാൻ ചെയ്തത് ഒരുപക്ഷെ ഈ പറയുന്ന സംഘപരിവാർ എക്കോസിസ്റ്റത്തിന് ലഭിച്ച ഏറ്റവും വലിയ അടിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജിനെ വേട്ടയാടുന്നത്. ഇനി പൃഥ്വിരാജ് എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ആരാണ് ED വരാൻ ആഗ്രഹിക്കുന്നത്? മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാൻ്റെയും വീട്ടിൽ ED കയറി നിറങ്ങിയെങ്കിൽ നാളെ പൃഥ്വിരാജിൻ്റെ വീട്ടിലും കയറും. ഇനി പൃഥ്വിരാജിനെ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും പ്രസ്ഥാനം ഇറക്കിയാൽ അവരുടെയൊക്കെ വീട്ടിൽ വരും. സിനിമാക്കാരൊന്നും EDയുടെ റഡാറിൽ നിന്ന് മുക്തരല്ല, ഏത് സമയവും അത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരെയും പിണക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ഇനി പൃഥ്വിരാജിനെ പിന്തുണച്ച ആര് വരുമെന്നാണ് നൗഫൽ പ്രതീക്ഷിക്കുന്നത്? ആരും വരില്ല. കാരണം മോദിജിയുടെ ജന്മദിനാശംസ നേരാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന മഹാനടന്മാരും സൂപ്പർ മെഗാതാരങ്ങളും ഒക്കെ ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് മലയാളം. അപ്പോൾ ആ ജന്മദിനാശംസ നേരുന്നത് എന്തിനാണെന്നുള്ള ഒരു ക്വസ്റ്റനുണ്ട്. ദയവ് ചെയ്ത് വീട്ടിലേക്ക് EDയെ പറഞ്ഞയക്കരുതെന്നാണ് എൻ്റെ മലയാളം. ഏത് ഭാഷയിൽ ജന്മദിനാശംസ നേർന്നാലും. നിഷാദെ, ഇതിലിപ്പം അജീസ് പറഞ്ഞൊരു പോയിന്റ്, മല്ലിക സുകുമാരൻ പറഞ്ഞ പോയിന്റ്, അതായത് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമയെ വിമർശിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് പണ്ട് ചെയ്ത എമ്പുരാനെ ഒന്ന് വിമർശിച്ച് വീണ്ടും പൃഥ്വിരാജിനെ ഒന്ന് ബാക്ക് ഫുട്ടിലേക്ക് ആക്കാൻ ശ്രമിക്കാം എന്നാണ് ഇവർ തീരുമാനിക്കുന്നത്. ശരിക്കും ഇത്തരം നീക്കങ്ങൾ ഇപ്പോൾ സിനിമയിലൊക്കെ ഇപ്പം സെൻസർ ബോർഡിൻ്റെ ഇടപെടലുണ്ട്. അത് കോടതിയിൽ പോകുന്നു, കോടതി സിനിമ കാണുന്നു, എന്നിട്ട് അത് ഇന്ന കട്ട് ചെയ്യണമെന്നൊക്കെ ഹാൽ സിനിമയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആളുകൾ, അതായത് സിനിമ എടുക്കുന്നവർ സ്വയം സെൻസറായി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം ഇത് സെൻസർ ചെയ്യപ്പെടും, അല്ലെങ്കിൽ വിമർശനം നേരിടേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഇന്ന സംഗതികളൊന്നും ഒഴിവാക്കാം എന്ന് ആദ്യമേ ഫിൽട്ടർ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? യെസ്, അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെതിരായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെതിരെ വളരെ ധീരമായ ശബ്ദമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പൃഥ്വിരാജിനോട് തന്നെ ചോദിക്കുന്നുണ്ട്, എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിമർശനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയം പറയാനല്ല ഞാൻ സിനിമ എടുക്കുന്നതാണ്, ആളുകളെ രസിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ സിനിമ, എനിക്ക് ഇതിൻ്റെ കഥ കേട്ടു, ബോധ്യപ്പെട്ടു, ഞാൻ സിനിമ എടുക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ നേരെ വിപരീതമായ ആഖ്യാനമായിരുന്നു കുരുതി എന്ന് പറയുന്ന സിനിമ. അതും എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ സിനിമ എടുത്തു. അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയം പറയാനില്ല, അത് വേണമെങ്കിൽ ഞാൻ വേറെ വല്ല സോഷ്യൽ മീഡിയയിൽ പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നാണ്, ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒന്നാണ്, അതിൽ നിന്ന് മാറികടക്കാൻ നമുക്ക് കഴിയില്ല പോലെയുള്ള വർത്തമാനമൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അദ്ദേഹം ഒരു കൊമേഴ്സ്യൽ സിനിമക്കാരെന്ന മട്ടിൽ അതിനോട് പ്രതികരിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് അത്രയുമേ കഴിയൂ. എങ്കിൽ തന്നെയും തനിക്ക് അതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്, എമ്പുരാനുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നിയെങ്കിൽ മാത്രമേ എനിക്ക് സങ്കടപ്പെടേണ്ട, നിരാശപ്പെടേണ്ട കാര്യമുള്ളൂ, എനിക്കിപ്പോഴും അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ പ്രതീക്ഷ അവിടെ നിൽക്കുന്നുവെന്നാണ്.
അപ്പോൾ ഇന്ത്യയിലെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മനുഷ്യന്മാർക്ക് പേടിയുണ്ടാവാൻ പാടില്ലല്ലോ. സിനിമക്കാർക്കും അല്ലെങ്കിൽ കലാകാരന്മാർക്കും പ്രത്യേകിച്ച് പേടി പാടില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരും അതിനകത്ത് ശബ്ദിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല പ്രത്യേകതരം നരേറ്റീവുകളെ മാത്രം എടുക്കുകയും ഇനിയിപ്പോൾ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ സംഘപരിവാറിന് ഗുണപ്പെടുന്ന തരത്തിലുള്ള ചരിത്രം മാത്രം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നേരത്തെ മുതൽ തന്നെ ആക്രമിക്കപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ് വിങ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഹിന്ദുത്വം മാത്രമല്ലോ, അല്ലാതെ ഉണ്ട് ഈ പറയുന്ന ആണുങ്ങളുടെ താല്പര്യമുള്ള ഫെമിനിസ്റ്റോട് വിയോജിപ്പുള്ള സംസാരിക്കുന്ന സ്ത്രീകളോട് വിയോജിപ്പുള്ള സ്ത്രീ അവകാശങ്ങളോട് വിയോജിപ്പുള്ള വലിയ കൂട്ടം ആൾക്കാരുണ്ടല്ലോ. സിനിമയുടെ ആസ്വാദകരിൽ നല്ല വിഭാഗം ആൾക്കാർ അവരുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ദിലീപിൻ്റെ കേസ് നമുക്ക് ഓർമ്മയുണ്ട്. ദിലീപിൻ്റെ കേസിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻ എടുത്ത ഒരാളാണ് പൃഥ്വിരാജ്. അന്ന് മുതൽ തന്നെ പൃഥ്വിരാജിനെ ഈ രാജപ്പൻ എന്നൊക്കെ വിളിച്ചുള്ള ആക്ഷേപവും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ക്യാമ്പയിൻ നമ്മളൊരു വശത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജിനെ മാത്രമല്ല, അന്നത്തെ ആ വിഷയത്തിൽ പൊസിഷൻ എടുത്ത എല്ലാവരും ഇപ്പോഴും ആക്രമിക്കപ്പെടുന്നു. പാർവതി എവിടെയെങ്കിലും ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ പാർവതിയെ ആക്ഷേപിക്കും. റിമാക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ അവരെ ആക്ഷേപിക്കും. പൃഥ്വിരാജ് പ്രത്യക്ഷപ്പെട്ടാൽ പൃഥ്വിരാജിനെ ആക്ഷേപിക്കും. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ദിലീപ് ഏട്ടൻ എന്ന് പറയുന്ന ആളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിലുള്ള വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന വലിയ ഒരു വെട്ടുകിളി കൂട്ടമുണ്ട്. അവരിവിടെ വന്നിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എടുത്ത് നേരത്തെ അജിംസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ പോലെ എന്താണ് മോഹൻലാലും പൃഥ്വിരാജിനെയും പോലെ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ട് നടന്മാർ ഇന്ന് നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ ലീഡർഷിപ്പിനെ വിമർശിക്കുന്നു. സംഘപരിവാറിൻ്റെ കേവലമായ ഇതിൽ നയത്തെ വിമർശിക്കുകയല്ല, മോദി എന്ന് പറയുന്ന അതിൻ്റെ കുലഗുരുവിനെ വിമർശിക്കുന്നു. അദ്ദേഹം വന്ന വഴി അത്ര സുഖമുള്ള വഴിയല്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോഴത്തെ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ധാരണയില്ലാത്ത ജെൻസി അവർ ഇടിച്ചു കയറിയ സിനിമയാണ് എമ്പുരാൻ. സമീപകാലത്ത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബിൽഡപ്പ് ഉണ്ടായിരുന്ന സിനിമ, അത്രയും ഭയങ്കര ആവേശഭരിതമായ സിനിമ. ആ സിനിമ ചെന്ന് നോക്കുമ്പോൾ ആരാണ് അതിൽ വില്ലന്മാർ എന്ന് പറയുന്നത്? ഒരു മുഗളന്മാരല്ല, മറിച്ച് ആരാണ്? ജി ആണ് വില്ലൻ എന്ന് കാണുകയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ആഘാതം ചെറുതായിരിക്കില്ല. സോ അതുകൊണ്ട് പൃഥ്വിരാജിൻ്റെ അമ്മ വിലപിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇനി അങ്ങോട്ടുള്ള എല്ലാ സിനിമയുടെ താഴെയും സിനിമ കാണാതെ വന്ന് വിമർശിക്കുകയും സിനിമ പൊട്ടയാണെന്ന് പറയുകയും ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടാനാണ് സാധ്യത. അവരുടെ നിത്യവൈരാഗ്യത്തിന് അദ്ദേഹം പാത്രീഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കാരണം എന്താണ്? ഈ ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഡിവൈഡുണ്ട്. ഈ ഇന്ന പേരുകളുള്ള ആൾക്കാരെല്ലാം അപ്പുറത്ത്, മറ്റ് ചില പേരുകളുള്ള നമ്മളെല്ലാം ഒരു വശത്ത്. അതിൽ പേരുകൾ തമ്മിൽ കലർന്നു പോകാൻ പാടില്ല. എന്താ ബോളിവുഡിനുള്ള പ്രശ്നം എന്താണ്? ബോളിവുഡ് സെക്കുലറാണ്. ബോളിവുഡിലെ ഖാൻ ത്രയങ്ങളെ എടുക്കാം. അവരുടെ കുടുംബവും അവരുടെ റിലേഷൻഷിപ്പും എല്ലാം പരസ്പരം കലർന്നേ മുന്നോട്ട് പോകുന്ന ഒന്നാണ്. ബോളിവുഡിൻ്റെ ചരിത്രവും വർത്തമാനവും എല്ലാം അത് അവർക്ക് പിടിക്കത്തില്ല. അവിടെ ഉണ്ടാക്കുന്ന സിനിമകൾ പരസ്പരമായ കുടുംബ ബന്ധങ്ങളുടെയും പ്രണയത്തിൻ്റെയും കഥ പറയുന്നതാണ്. അത് അവർക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവിടെ MDMA കേസുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന പ്രൊപ്പഗൻഡ സിനിമകൾ ഉണ്ടാക്കുന്നു. അവസാനം അതിൻ്റെ കച്ചവടം പൂട്ടിയിരിക്കുന്നു. അവരിപ്പോൾ ഇന്ത്യയിലെ എമേർജ് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യയിലെ തെലുങ്ക് കന്നഡ സിനിമകളാണ്. അതിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയൊക്കെയാണ് ഈ അവരുടെ പ്രോജക്റ്റിനെ സഹായിക്കുന്നതെന്ന്. അപ്പോൾ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻറ്റയർ സിനിമ, കല, സാംസ്കാരിക മേഖല, അങ്ങനെ പോപ്പുലർ ആർട്ടുകളെല്ലാം, മനുഷ്യരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള എല്ലാ കലാരൂപങ്ങളും ഞങ്ങൾക്കൊപ്പം നിൽക്കണം. ഒന്നുകിൽ നമ്മുടെ മോദിജിയെ പുകഴ്ത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് അനുസൃതമായിട്ടുള്ള കലാരൂപങ്ങളും പാട്ടുകളും സിനിമകളും നാടകങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലം മാത്രമേ അവർ സ്വപ്നം കാണുന്നുള്ളൂ. അതിനെ വിമർശിക്കുകയോ അതിന് പുറത്തു നിൽക്കുകയോ ഡെമോക്രസിയെക്കുറിച്ചോ മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുന്ന സംഘപരിവാറിൻ്റെ കുഴപ്പം പിടിച്ച പശ്ചാത്തലത്തെയും ചരിത്രത്തെയും കുറിച്ച് സംസാരിക്കുന്ന ഒരു കലയും അവർ ആഗ്രഹിക്കുന്നില്ല. അതിൽ പൃഥ്വിരാജിൻ്റെ റൈറ്ററും കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. പക്ഷെ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾക്കിത് സ്വതന്ത്രമായ സിനിമയുണ്ടാക്കാൻ, സ്വതന്ത്രമായി എഴുതാൻ, സ്വതന്ത്രമായ പ്രകാശനാവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് മല്ലികാ സുകുമാരൻ അടക്കം മനസ്സിലാക്കേണ്ടതാണ്. മല്ലികാ സുകുമാരൻ വളരെ പബ്ലിക്കായിട്ട് TV അഭിമുഖത്തിൽ BJP എന്ന് പറഞ്ഞ പാർട്ടിയോട് അദ്ദേഹത്തിൻ്റെ അനുഭാവ സമീപനം പ്രകടമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരു കുഴപ്പമുള്ള പാർട്ടിയല്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അവരുടെ കുടുംബത്ത് വന്നിപ്പോൾ കഥകിൽ മുട്ടുന്നു അതിൻ്റെ ഫാസിസത്തിൻ്റെ സ്വഭാവം. നിങ്ങൾ എത്ര നല്ല സിനിമ എടുത്താലും, എത്ര സിനിമ കുടുംബകഥ പറഞ്ഞാലും, തൊട്ടുമുമ്പ് അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ അവസാനിക്കുന്ന ഒരു സിനിമയാണല്ലോ ചെയ്തത്. അതിന് മുമ്പ് ചെയ്ത സിനിമ. അതൊന്നും കൊണ്ടൊരു കാര്യവുമില്ല. നിങ്ങളുടെ മകൻ ഇനി ഈ സിനിമ എടുത്താൽ പഴയ ഒരു സിനിമയുടെ പേരിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് ഈ സഹിഷ്ണുത ഉള്ളതെന്ന് പറയുന്ന നിങ്ങൾ തന്നെ വിചാരിക്കുന്ന ആൾക്കാരുടെ കയ്യിലിരിപ്പ് എന്ന് മനസ്സിലാക്കാനുള്ള സന്ദർഭം കൂടിയാണിത്. ഞാൻ അവരെ കുറ്റം പറയല്ല, ഒരു സമയം കിട്ടിയപ്പോൾ അവരെ ആക്ഷേപിക്കുകയല്ല. പക്ഷേ അവർക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സന്ദർഭം വരും. നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയ പരിസരം ഏതാണ്, ഏത് തീച്ചൂളയിലാണ് ഈ രാജ്യം നിൽക്കുന്നത്, നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി ബോധ്യപ്പെടുന്ന ഒരു മൊമെൻറ്റ് വരും. ആ മൊമെൻറ്റിലൂടെ ഓരോരുത്തരായിട്ട് കടന്നു പോവുകയാണ്. അതിനകത്ത് രണ്ട് റിസൾട്ടേ ഉള്ളൂ. ഒന്നിൽ നമ്മളതിൽ കൂടുതൽ പരുവപ്പെടും. കാരണം ഓടി ഒളിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. നമ്മൾ നന്നാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, നമ്മുടെ പിന്നീട് വരുന്ന തലമുറയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്ന ബോധ്യം നമ്മളുണ്ടാക്കും. അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെട്ട് പിന്മാറിക്കളയും. ഭയപ്പെട്ട് പിന്മാറുകയും എനിക്ക് ജീവിക്കണം, എനിക്ക് മാത്രം ജീവിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന ദുർബലനായ മനുഷ്യരാണ് സിനിമയ്ക്കകത്തുള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പിന്തുണച്ച് ആരും വരാത്തത് എന്നുകൂടി കാണുക. അതുകൊണ്ട് ഈ സന്ദർഭം പൃഥ്വിരാജിന് വേണ്ടി സംസാരിക്കുന്നവരെ, പൃഥ്വിരാജിൻ്റെ കുടുംബത്തെ, അവരെയൊക്കെ ഏത് നിലയ്ക്ക് പരുവപ്പെടുത്തും എന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത്.